YS അഭിനന്ദ് കൂടി ചേരുന്നുണ്ട്. അഭിനന്ദ്, നമുക്കവിടെ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എന്താണ് നാട്ടുകാർ പറയുന്നത്? ഒരു രാമനാഥൻ അയാളുടെ പറമ്പാണെന്ന് പറയുന്നു, അയാളോട് സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞു. നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ടല്ലോ അഭിനന്ദ്. ഹാഷ്മി, ശശീന്ദ്ര ഈ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ശശീന്ദ്ര സർവീസ് സഹകരണ ബാങ്കിന് തൊട്ടടുത്തായിട്ടുള്ള ഒരു വീട്ട് മതിലാണ് ഇത്തരത്തിലേക്ക് ഇടിഞ്ഞു വീണത്. ഇവിടെ അതിഥി തൊഴിലാളികൾ രാവിലെ മുതൽ ജോലി ചെയ്യാനായിട്ട് ഇവിടെ എത്തി. നിർമ്മാണ ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വീടിൻ്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട ആണ് അതിഥി തൊഴിലാളികൾ രാവിലെ ഇവിടെ എത്തുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലുള്ള മതിൽ ഈ വീടിൻ്റെ ആ ഭാഗത്തേക്ക് ഇടിഞ്ഞു വീണത്. ആ സമയത്ത് തന്നെ ഇവിടെ അതിഥി തൊഴിലാളി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം അതിൻ്റെ അടിയിൽ പെട്ടുപോകുന്നത്. എന്തായാലും വെള്ളിമാട് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി ഒരു ദുഷ്കരമായ ദൗത്യത്തിനൊടുവിൽ ഇപ്പോൾ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവിടെയുള്ള പ്രദേശവാസികൾ അടക്കം വ്യക്തമാക്കുന്ന അത്യാസന നിലയിലാണെന്ന് തന്നെയാണ്. ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ചേട്ടാ, എന്തായിരുന്നു സംഭവിച്ചത്? നിങ്ങൾ ഉണ്ടായിരുന്നു? ഞാൻ പോന്നിട്ടുള്ളൂ, സംഭവിക്കുന്നത് അറിയില്ല. അങ്ങനെ ഫയർഫോഴ്സിന്റെ ഒച്ചയായിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഇപ്പോൾ ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ കൂടി ഉണ്ട്. ചേട്ടാ, നിങ്ങൾ ഒരുമിച്ചായിരുന്നു? ഒരുമിച്ചല്ല, ഞങ്ങൾ നാട്ടുകാരാണ്. ഞങ്ങൾ അന്നേരം തന്നെ ഇവിടെ എത്തിയപ്പോൾ ഇതിൻ്റെ ഈ ഭിത്തി ഇയാളെ മേലാണ് കിടക്കുന്നത്. ഒരു കൈ ഇതിൻ്റെ പുറത്തേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ശ്രമിച്ചു നോക്കി, ഞങ്ങൾ പൊന്തുന്നില്ല ഈ ഭിത്തി. അവസാനം നാട്ടുകാർ നോക്കിയിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഫയർഫോഴ്സ് വന്ന് കയറിട്ട് ഞങ്ങളെല്ലാവരും സഹായത്തിലും പൊന്തിച്ച് അയാൾ എടുത്തതാണ്. കുറേ ദിവസമായിട്ട് ഇവിടെ നിർമ്മാണം പുരോഗമിക്കുക. 2-3 ദിവസമായി ഈ മതിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികൾ ആ സമയത്ത് തന്നെ എത്തി. പക്ഷേ വെള്ളിമാട് ഫയർഫോഴ്സ് സംഘത്തെ അറിയിച്ചെങ്കിലും അവർ ഇവിടെ എത്തിയപ്പോഴേക്കും ഇതിന് അടിയിൽ പൂർണ്ണമായും പെടുകയായിരുന്നു. നാട്ടുകാരാവുന്ന നോക്കിയിരുന്നു പരമാവധി രക്ഷപ്പെടുത്താൻ. പക്ഷേ അത്തരത്തിലേക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോഴും ഒരു അപകടാവസ്ഥയിലായിരുന്നു ഇവിടുത്തെ മതിലെന്ന് തന്നെയാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ കനത്ത മഴയായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. ആ മഴ ആയതുമൂലം ഇവിടെ മണ്ണിൻ്റെ ഈ മതിലിൻ്റെ ചേർന്ന് നിൽക്കുന്ന മണ്ണൊക്കെ ഒരു ഇടിഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറഞ്ഞത്. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഈ വീടിൻ്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മാണം ഏതാണ്ട് 2 ആഴ്ചയായിട്ട് സ്ഥിരമായി തന്നെ പുരോഗമിക്കുന്ന സ്ഥലമാണ്. അപ്പം അങ്ങോട്ടേക്കാണ് ഇന്ന് അതിഥി തൊഴിലാളി ഇവിടെ എത്തുന്നതും രാവിലെ അവരുടെ ജോലികൾ ആരംഭിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ കല്ലിന് പുറത്ത് രക്തക്കറ അടക്കം ഉണ്ട്. എന്തായാലും അതീവ ദുഷ്കരമായിരുന്നു രക്ഷാപ്രവർത്തനം എന്നാണ് പറഞ്ഞത്. വെള്ളിമാട് ഫയർഫോഴ്സ് സംഘത്തെ ആദ്യം അറിയിച്ചു. കോഴിക്കോട് ടൗണിലുള്ള ഫയർഫോഴ്സിനെയും ഈ പ്രദേശവാസികൾ വിവരം അറിയിച്ചു. പിന്നീടാണ് ഇങ്ങോട്ടേക്ക് ഓരോരുത്തരായി എത്തുകയും ഇപ്പോൾ എന്തായാലും 1 മണിക്കൂറത്തെ അതീവ ദുഷ്കരമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.